അങ്ങനെ നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ആ ഡെസ്റ്റിനേഷൻ്റെ പേരാണ് റാമോജി റാവു ഫിലിം സിറ്റി. നിങ്ങൾ പല വീഡിയോയിലും പല രീതിയിലും കണ്ടിട്ടുണ്ടാവും. ആരും കാണാത്ത എന്ത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയും അതാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നല്ല കാഴ്ചകളുണ്ടെങ്കിൽ ഈ വീഡിയോയോട് ചേർത്ത് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഹൈദരാബാദിലെ മെട്രോ അടക്കമുള്ള ഇത് സൈബർ ടവറാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മുടെ KFC ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും. ഒരു പഴയ ബിൽഡിംഗ് പറയുന്നത് ശില്പകല വേദിക എന്നാണ് ആ ബിൽഡിങ്ങിൻ്റെ പേര്. അവിടെ നമ്മൾ സൈബർ ടവർ അങ്ങനെ കറങ്ങി നമ്മളിങ്ങനെ അവിടെ ചുവരിലൊക്കെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മുംബൈയിലും കണ്ടല്ലേ. അത് ഭയങ്കര രസമുണ്ടാവും. പക്ഷേ ഇത്രയും വലിയ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് നല്ല പാട് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഹൈദരാബാദൊക്കെ ചെല്ലുമ്പോഴേ സ്പോട്ടിഫൈയുടെ പരസ്യം ഇഷ്ടം പോലെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു അണ്ടർപാസിലേക്ക് കയറി ഒരു കുഞ്ഞ് അണ്ടർപാസേജ്. LTA മൈൻഡ് ട്രെയിനിങ്. ഇവിടെ ചുറ്റിനും IT കമ്പനീസും ഒക്കെയാണ് കേട്ടോ ഹൈദരാബാദ് ഏറ്റവും കൂടുതൽ. സോ
ബ്യൂട്ടി ഓഫ് നേച്ചറും അല്ല, ബ്യൂട്ടി ഓഫ് ടൗൺ. ഇന്ത്യൻ സിനിമയുടെ 110-ാം വർഷം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന രാമോജിയിലേക്ക് നമ്മൾ കടക്കുന്നു. അങ്ങനെ നമ്മൾ രാമോജി റാവു ഫിലിം സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നു. രാമോജി റാവു ഫിലിം സിറ്റിയിലെ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ ആദ്യം ചെയ്തു വെച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ടൂറിസ്റ്റുകളായിട്ടും കൂടെ എത്തുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ. നൈസ് ക്യാമറ സെലിബ്രേഷൻസ്. അതായത് ആദ്യത്തെ തെലുങ്ക് പടം മുതൽ അവർ ക്ലാസിക് മൂവീസിൻ്റെയൊക്കെ ലിസ്റ്റാണ് അവിടെ ഒരു ഇതായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മലമുകളിൽ അവരുടെ ഒരു വലിയ ലോഗോ ബ്രഹ്മാണ്ഡ സൈസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ജനനിബിഡമാണ് ഇവിടം, ജനനിബിഡം. അത്രയ്ക്ക് ക്രൗഡുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടർ അന്വേഷിക്കുന്നു. ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളിൽ കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഉള്ളിൽ ഹോട്ടലുണ്ട്, ഷെയ്ഡ് അക്കോമഡേഷൻ ഉണ്ട്, ലക്ഷറി ഹോട്ടലുണ്ട്, ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ നമുക്കിപ്പോൾ രാമോജി റാവു ഫിലിം സിറ്റിയിലെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകാം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നല്ല ശബ്ദം അവിടെ തന്നെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ട് നമ്മളുടെ മ്യൂസിക് കയറ്റി വിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തിരക്ക് കണ്ടോ? ആയിരക്കണക്കിന് ആളുകളാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ ക്രൗഡ് എന്ന് പറയുന്നത് ഒരു 1.5 ക്രൗഡ് തന്നെയാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ നമ്മൾ ആ ക്രൗഡിലൂടെ അങ്ങനെ വിഷ്വൽ എടുക്കാൻ പറ്റില്ല. ഇവിടെ സൂപ്പർ വൈബാണ്. നല്ല പഞ്ചാബി സോങ് കേട്ട് അവർ പൊളിക്കുന്നുണ്ട്. പക്ഷേ അവർ ഉപയോഗിക്കുന്ന സോങ് ആ ഡാൻസ് ബീറ്റിനനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റില്ല, കാരണം അത് കോപ്പിറൈറ്റ് ആണ്. ഇതിപ്പോൾ നമ്മളിട്ടിരിക്കുന്നത് നമ്മളുടെ കോപ്പിറൈറ്റ് സോങ് ആണ്. അതുകൊണ്ട് നമുക്കിതിപ്പോൾ പ്രശ്നമില്ലാതെ നമുക്കങ്ങ് പ്ലേ ചെയ്യാം. അപ്പോൾ ഗസ്റ്റിനെ വരവേൽക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഡാൻസ് പാർട്ടി പോലെ ട്രഡീഷണൽ ഡാൻസ് പഞ്ചാബി സോങ് ഒക്കെ ആയിട്ട് പൊളിക്കുന്നുണ്ട് അവിടെ. ഇങ്ങനെ കുറേ സംഭവങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലൊരു സംഭവം നമ്മുടെ കയ്യിലോട്ട് വന്നു. ടിക്കറ്റ്സുകളാണിത്. ആൻഡ് ഇതെന്തോ ഒരു ബോക്സാണ്. എന്താ ബോക്സ് ഉള്ളത് നമുക്ക് നോക്കാം പിന്നീട്.